ഞങ്ങളുടെ പ്രിയപ്പെട്ട സിജ ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓർമ്മിക്കാൻ ദിവസം നമ്മുടെ സ്കൂളിലെ പ്രിയങ്കരായ 4 അധ്യാപികമാർ നീണ്ടകാലത്തെ അധ്യാപനത്തിന് ശേഷം വിരമിക്കാൻ തയ്യാറെടുക്കുകയാണല്ലോ. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയിലേക്കും യാത്രയയപ്പ് സമ്മേളനത്തിലേക്കും ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ മുന്നോട്ടുള്ള വിജയങ്ങൾക്കും അടിസ്ഥാനമാണ്. ആനിക്കാട് സെന്റ് തോമസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഇത്രയധികം മികവുറ്റതാക്കി മാറ്റാൻ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് മംഗലത്തിലച്ചൻ അതീവ ശ്രദ്ധാലുവാണ്. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ വെരി റെവറൻഡ് ഫാദർ ഡൊമിനിക് അയലുപറമ്പിലച്ചനെയും സ്വീകരിക്കുന്നതിനായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനിട്രിസ ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരുടെ കഴിവുകളെ മനസ്സിലാക്കി ഓരോരുത്തരെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്കൊത്തം മാതൃകയായി സ്നേഹമായി സ്വാതന്ത്ര്യമായി പ്രോത്സാഹനമായി സംരക്ഷകനായി കൂടെ ഉണ്ടാകുന്ന അധ്യാപകരാണ് നമ്മൾ മനസ്സിൽ ആഴത്തിൽ പതിയുക. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞുങ്ങളെയും അടുത്തറിഞ്ഞ് സ്നേഹിച്ച് അവരുടെ സർഗവാസനകളെ തിരിച്ചറിഞ്ഞ് വളർത്തി വർഷങ്ങളോളം ഈ സ്കൂളിൽ തന്നെ 20 വർഷവും 15 വർഷവും 11 വർഷവും ഒക്കെ ആയിട്ട് 5 വർഷവും ഒക്കെ ആയിട്ട് തങ്ങളുടെ ശുശ്രൂഷ അവരിവിടെ നിർവഹിക്കുകയായിരുന്നു. ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് എ സോഫ്റ്റ് സ്കിൽ. ആശയവിനിമയ ശേഷി വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് മറ്റു കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ആയി പോകുമ്പോൾ നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്കൂളിൽ ഇതിനുള്ളൊരു പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്കൂളിലൊരു ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ടീച്ചർ പറയുമ്പോൾ നമ്മൾ വടി പിടിച്ച് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാനായിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ഒരു മിസ്സസിൻ്റെ ജോലി എളുപ്പമുള്ള ജോലിയല്ല. പ്രത്യേകിച്ച് ആനിക്കാട് സ്കൂളിന് പ്രത്യേകതയുണ്ട്. ചില ഹൈസ്കൂള് 8, 9, 10 ക്ലാസ് മാത്രമേ ഉള്ളൂ. ചിലയിടത്ത് 5 മുതൽ 10 വരെ ക്ലാസ്സുകളാണെങ്കിലും ഇത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും അധ്യാപകരെയും മാനേജ് ചെയ്യേണ്ട സ്ഥാപനമാണ്. ഇവിടുത്തെ അധ്യാപകരെ എല്ലാം ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ മികവിലേക്ക് നയിക്കുവാനായിട്ട് കോർപ്പറേറ്റിലെ മികച്ച സ്കൂളായിട്ട് നിലനിർത്തുവാനും സാധിച്ചത് തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ കഠിനമായൊരു അധ്വാനവും സമർപ്പണത്തോടു കൂടിയ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒരു വാനോളം ഉയർത്തിയ നമ്മുടെ സെന്റ് തോമസ് സ്കൂളിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ അവസരം തന്ന മാനേജർ, ഇവിടെ കോർപ്പറേറ്റ് മാനേജർക്കും എല്ലാവർക്കും പ്രത്യേകം ആശംസ അറിയിക്കുന്നു. ഒരു ഉപഹാര സമർപ്പണമാണ്. സീറോ മലബാർ ചർച്ച് സ്കൂൾ എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറിയായി നിയമിതനായ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ വെരി റെവറൻഡ് ഫാദർ ഡൊമിനിക് അയലുപറമ്പിലച്ചന് ആനിക്കാട് സെന്റ് തോമസ് കുടുംബത്തിന്റെ ഒരു സ്നേഹോപഹാരം ഇതിനായി നമ്മുടെ സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസ് മംഗലത്തിലച്ചനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്കൂൾ ആനിക്കാട് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിള്ളേരുടെ കലാകായിക മത്സരങ്ങളും അതുപോലെ പാഠ്യേതര വിഷയങ്ങളെല്ലാം നമ്മുടെ നാടിന് അഭിമാനമായി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം റിട്ടയർമെൻറ്റ് ആകുന്നത്. അധ്യാപകരെ സംബന്ധിച്ച് നമുക്കറിയാം റിട്ടയർമെൻറ്റ് വളരെ വേദനാജനകമാണ്. നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാട്ടിൽ കൂടുതൽ അധ്യാപകർ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ സമയം ചിലവഴിക്കുന്നത്. എനിക്ക് 2 വർഷം ടീച്ചറിനൊപ്പം PTA പ്രസിഡന്റായിട്ട് ഇരിക്കാൻ സാധിച്ചു. PTAയുടെ ഏതൊരു ആവശ്യത്തിനും യാതൊരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നല്ല രീതിയിൽ PTA മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇന്നത്തെ ഈ ദിവസം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. പക്ഷേ ആ സന്തോഷത്തിനിടയ്ക്ക്
അല്പം സങ്കടം അല്ല ഏറിയ ഒരു സങ്കടമുണ്ട്. ഇത്രയും നാളും നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഇരുന്ന ഈ 4 അധ്യാപകർ, നമ്മുടെ HM അടക്കമുള്ളവർ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു പോകുന്നു എന്നുള്ളത് ഒരു സങ്കടം നിറഞ്ഞ കാര്യം തന്നെയാണ്. വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നയിക്കണമെങ്കിൽ അസാമാന്യമായ ദീർഘവീക്ഷണവും അർപ്പണബോധവും കൂടിയേ തീരൂ. ഉദാഹരണമായി അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും നമ്മുടെ മിനി ടീച്ചറിനെ. സ്കൂളിന് 2ാമത് ഒരു ബസ് എന്നത് സ്വപ്നങ്ങളിൽ പോലും ആരും കാണാതിരുന്നത് യാഥാർത്ഥ്യമാക്കിയത് ടീച്ചറിന്റെ ഇച്ഛാശക്തിയാണ്. ചില നഷ്ടങ്ങൾ നികത്താനാവാത്തവയാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയ സഹപ്രവർത്തകരെ, നിങ്ങളുടെ അസാന്നിധ്യം തീർച്ചയായും ഈ സ്ഥാപനത്തിന് തീരാ നഷ്ടം തന്നെയാണ്. എങ്കിലും നിങ്ങൾ തെളിച്ച അക്ഷരദീപം അതൊരിക്കലും അണയില്ല. അത് ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ ദീപസ്തംഭങ്ങളായി ഉയരും എന്നതിൽ തർക്കമില്ല. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ നന്മകളും നൽകി സർവേശ്വരൻ നിങ്ങളെ തുണയ്ക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട മിനി ടീച്ചർ, നമ്മുടെ HM ടീച്ചറിനെ കൊതിതീരെ കണ്ട കുഞ്ഞുങ്ങളാണ് നമ്മളെല്ലാം. കാരണം ഒരു ഓഫീസ് സ്റ്റാഫ് എന്ന നിലയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൻ്റെ ഇഷ്ടമുള്ളവരെ തൻ്റെ സന്നിധിയിലേക്ക് മാടി വിളിക്കുന്ന ടീച്ചറിനെ എപ്പോഴും 2-3 കുഞ്ഞുങ്ങളെങ്കിലും ടീച്ചറിന്റെ സമീപത്തുണ്ടാവും. ദൈവിക ചൈതന്യമുള്ള ഒരു ടീച്ചറാണ്. ഈ 9 വർഷം പഠിച്ചപ്പോഴാണ് ഈ അധ്യാപകർ ആരാണ്, അവർ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നൊക്കെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞത്. അവർ പകർന്നു തന്ന ജീവിത പാഠങ്ങൾ സിലബസിൽ നിന്ന് പഠിപ്പിച്ചതല്ല. ഈ ജീവിത പാഠങ്ങളൊക്കെ മറക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരോടുള്ള ഭക്തിയും ആദരവും തീർത്തുമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മറക്കാതിരിക്കുക. അധ്യാപന രംഗത്തെ മികച്ച 4 വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ പടിയിറങ്ങുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ മേധാവിയായിരുന്നു കൊണ്ട് ധീരമായ നേതൃത്വം നൽകുകയും ഞങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്ന പോലെ സ്നേഹിക്കുകയും ചെയ്ത മിനി ടീച്ചറിനോട് ഏറെ നന്ദിയുണ്ട്. പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുടെ തലമുറകൾ. അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി നമുക്ക് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ആദ്യമായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച യാത്രയപ്പ് സമ്മേളനത്തിൽ ഞങ്ങളുടെ 4 പേരെയും ആദരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാറ്റിനും ഒപ്പം നിന്നതിന് നന്ദി പറയുന്നു. 20 വർഷക്കാലം അതിൻ്റെ ഇടയ്ക്ക് ദ്വീപുകളും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ സ്കൂളിൽ 2020 വന്നു ചേർന്ന 5 അക്കാഡമിക് ഇയറുകൾ കടത്തിവിടുമ്പോൾ എനിക്ക് നിറഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളത്, സന്തോഷമാണുള്ളത്. സന്തോഷത്തോടെ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. എല്ലാ കാര്യത്തിലും കരുതലോടും സ്നേഹത്തോടും കൂടി എന്നോടൊപ്പമായിരുന്നുകൊണ്ട് നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി എന്നോടൊപ്പമായിരിക്കാൻ എല്ലാ അധ്യാപകരും സഹായിച്ചിട്ടുണ്ട്. ഓഫീസ് പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിച്ച അനധ്യാപകർ 4 പേർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം സ്കൂളിലെ അധ്യാപകരാണ് ഒരു സ്കൂളിൻ്റെ പ്രവർത്തന മികവിന് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. അവരുടെ അർപ്പണ മനോഭാവവും കർമ്മനിരതയും ഊർജ്ജസ്വലതയും നേതൃത്വ പാഠവും എല്ലാം ആ സ്കൂളിനെ സമ്പന്നമാക്കുന്ന ഒന്നാണ്. ആ സമ്പന്നതയിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങൾക്കൊരു കൈത്താങ്ങായി എന്ന് മാത്രം. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ആ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ ഇവിടെ വെളിവാക്കപ്പെടുമ്പോഴാണ്, അതെല്ലാമാണ് നമ്മുടെ നേട്ടത്തിൽ വെളിവാക്കപ്പെടുന്നത്. തികച്ചും ഊഷ്മളമായ രീതിയിൽ നല്ല ഒരു സ്നേഹസംഗമം. അതോടെ
സ്നേഹ സമാഗമം ഇവിടെ ഒരുക്കി തന്ന ഈ സംഘാടക സമിതിയോട്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരോടും അനധ്യാപകരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അതോടൊപ്പം തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ആലിക്കാട് സെന്റ് തോമസിന്റെ പടികൾ മാർച്ച് 31 ഇറങ്ങുകയാണ്. നിങ്ങൾ തന്ന കരുതല് എന്റെ ഓർമ്മയിൽ എന്തുമുണ്ടാകും? ആ കരുതലാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സഹകരണമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്ന് ഇനിയും ഏതാനും നാളുകൾ കൂടിയുണ്ട് മാർച്ച് 31. അതുവരെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും, നല്ല വാക്കുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുകയാണ്. താങ്ക് യു. താങ്ക് യു ടീച്ചർ. അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി മിനി ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ആദ്യമേ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല. കാരണം ഏറെ നാളുകളായി നിങ്ങൾ എന്നെ കേട്ട് മടുത്തവരാണ്. സർവോപരി സർവശക്തനായ ദൈവത്തോടും എന്നെ വളർത്തി വലുതാക്കി ഇത്രയും പരിവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എനിക്ക് എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവനോടും നിങ്ങളുടെ കുട്ടികളെ എന്നെ വിശ്വസിച്ച് എനിക്ക് ഏൽപ്പിച്ചു തന്നതിന് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും എന്നെ ഇത്രയും നാള് സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും എനിക്ക് നന്ദി മാത്രം. ഈ വർഷം എന്നോടൊപ്പം ഈ സ്കൂളിന്റെ പടിയിറങ്ങുന്ന സ്നേഹബഹുമാനപ്പെട്ട മിലിറ്ററി സാർ ടീച്ചറിനും ജയസമ്മ ടീച്ചറിനും മേലുകുട്ടി ടീച്ചറിനും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നതോടൊപ്പം ആവശ്യം നേരത്തെ സഹായിക്കാൻ ധാരാളം സുഹൃത്തുക്കളെ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഈ സ്കൂളിന്റെ പടിയിറങ്ങുന്ന, ഞങ്ങളോടൊപ്പം പടിയിറങ്ങുന്ന 10ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ജയസമ്മ ടീച്ചറിനെ ക്ഷണിച്ചു. ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ മുൻപിൽ ആ നന്ദി ഒന്നുകൂടി ഏറ്റുപറയുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയ മാതാപിതാക്കളോടാണ്. ദൈവത്തിനും നാടിനും വീടിനും ഇഷ്ടമുള്ള നല്ലൊരു വ്യക്തിയായി വളരണമെന്നത് എൻ്റെ മാതാപിതാക്കളുടെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ 20 വർഷം കൊണ്ട് എൻ്റെ അധ്യയന ജീവിതം പൂർത്തിയാക്കി ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ മാതാപിതാക്കളെയും അവരുടെ അഭാവത്തിനും ഇത് സമാധാനിക്കപ്പെട്ട എൻ്റെ മാതാപിതാക്കളുടെ അഭാവത്തിൽ എന്നെ വളർത്തി വലുതാക്കി ആവശ്യമായ വിദ്യാഭ്യാസം നൽകി എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെയും എൻ്റെ ജീവിതയാത്രയിൽ ഇന്നീ നിമിഷം വരെ എനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകി എന്നെ അടുപ്പമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും മക്കൾക്ക് ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, എങ്കിലും എൻ്റെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് എൻ്റെ സഹപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതുപോലെ തന്നെ നീ മുന്നോട്ടുള്ള ജീവിത കാലഘട്ടങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനയും എന്നോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണമെന്ന്
ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളോട് ഒരു വാക്ക്, അനുഭവസമ്പത്തേറുള്ള മാതാപിതാക്കന്മാർ നിങ്ങൾ ബഹുമാനിക്കണം. അവരുടെ ഒരു വാക്ക് പോലും നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഒപ്പം പ്രാർത്ഥനയിലും ആയിരിക്കണം. പഠിപ്പിക്കുന്ന പാഠങ്ങൾ യഥാസമയം പഠിച്ചു തീർക്കുക. ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്ക് ആനിക്കാട് സെന്റ് തോമസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രധാനമായ ഒരു ദിവസമാണ്. 2024-25 അധ്യയന വർഷത്തെ വാർഷികാഘോഷങ്ങളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രഥമ അധ്യാപിക മിനി ട്രീസ ടീച്ചറും നമ്മുടെ പ്രിയ അധ്യാപികമാർ മിനി ടീച്ചർ, ജയ്സമ്മ ടീച്ചർ, ഏലിക്കുട്ടി ടീച്ചർ ഇവർക്കും നാം യാത്രയയപ്പ് കൂടി നൽകുന്ന ഈ വേളയിൽ നമ്മുടെ സ്കൂളിനെയും ഈ അധ്യാപകരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനേകം പേർ, അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഇന്ന് ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു.